ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗെയിമിംഗ് ലാറ്റൻസി എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ കണക്ഷൻ എന്ന് പറയുന്നത് അത് 2.4 GHz അതുപോലെ തന്നെ 5 GHz 6 GHz വന്നിട്ടുണ്ട്. പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുന്നത് വൈഫൈ 6E, വൈഫൈ 7, വൈഫൈ 8 തുടങ്ങിയിട്ടുള്ള ജനറേഷനാണ്. ഓക്കെ, അപ്പം നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാക്സിമം എല്ലാവരും ഉപയോഗിക്കുന്നത് വൈഫൈ 5 ആണ്. അല്ലാതെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൽ ലാറ്റൻസിയായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, മൊബൈൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണും ടവറുമായിട്ടുള്ള സിഗ്നലാണ്. അതിൽ പ്രത്യേകിച്ച് കൺവേർഷനൊന്നുമില്ല. നമ്മുടെ ഫോണിന് ടവറിലേക്ക് ഡാറ്റ അയക്കുന്നു, അത് ടവറിന് മറ്റുള്ള സെർവറിലേക്ക് പോകുന്നു. ഒരു കൺവേർഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വൈഫൈയുടെ കാര്യം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലേക്ക് റൗട്ടറിലേക്ക് ഇൻ്റർനെറ്റ് എത്തുന്നു. റൗട്ടർ അത് മറ്റൊരു ഫോമിലേക്കാക്കി വൈഫൈയിലൂടെ ഫോണിലേക്ക് എത്തുന്നു. അത് തിരിച്ച് വീണ്ടും മറ്റൊരു ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ഫോൺ കൺസ്യൂം ചെയ്യുന്നത്. അത് തിരിച്ചിട്ട് ഈ വൈഫൈ ഫോൺ തിരിച്ചയക്കുന്ന സിഗ്നൽ വൈഫൈയുടെ സിഗ്നലാക്കി മാറ്റി മോഡത്തിലേക്ക് കൊടുക്കുകയും മോഡം വീണ്ടും അത് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതാക്കാൻ വേണ്ടി. അപ്പം ഇവിടെ 2 കൺവേർഷൻസ് കൂടുതലായി നടക്കുന്നുണ്ട്. അപ്പം ഈ കൺവേർഷൻസ് നടക്കുന്നത് അത് മില്ലി സെക്കൻഡ്സിൽ മൈക്രോ സെക്കൻഡ്സിൽ നടക്കുമെങ്കിലും ആ ഒരു നടക്കാനെടുക്കുന്ന സമയം എന്തായാലും ലാറ്റൻസിയെ ബാധിക്കുന്നത് തന്നെയാണ്. അത് ചിലപ്പം 20 മുതൽ 50 മില്ലി സെക്കൻഡ് വരെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് നിലവിൽ ഓൾറെഡി നല്ല കണക്ഷൻസാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എയർടെലിൻ്റെ ഫൈബർ, അതുപോലെ തന്നെ ജിയോയുടെ ഫൈബറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതല്ലാണ്ട് BSNL ആയാലും കേരള വിഷൻ ആയാലും ഏഷ്യാനെറ്റ് ആയാലും ഇത്തരത്തിൽ നെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആ ഗെയിമിംഗ് പെർഫോമൻസ് ഒരു പൊടിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പുതുതായിട്ട് ഇറങ്ങുന്ന ഫോണുകളിൽ, പഴയ ചില ഫോണുകളിലും അവരുടെ USB കണക്ടിവിറ്റി എന്ന് പറയുന്നത് USB 3.0 ആണ്. നമ്മൾക്കറിയാം USB 2.0 ഉണ്ട്, 3.0 ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 3.1, 3.2 ഒക്കെ ജനറേഷൻസ് വരുന്നുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ഫോണിൻ്റെ USB കണക്ടിവിറ്റി 3.0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺലൈനിൽ നിന്ന് OTG കേബിൾസ് വാങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ OTG കേബിൾസിനോട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മറ്റൊരു കൺവെർട്ടറും കൂടി വാങ്ങാനുണ്ട്. ആ കൺവെർട്ടറിൻ്റെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ OTG കേബിൾസ് ഇല്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് എതർനെറ്റ് ടു ടൈപ്പ് സി കേബിൾ വാങ്ങാൻ വേണ്ടി പറ്റും. എതർനെറ്റ് ടു ടൈപ്പ് സി കേബിൾ, RJ45 കൺവെർട്ടർ എന്നും RJ45 ടു ടൈപ്പ് സി എന്നും ഇതിന് പേര് പറയാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇമേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന സംഭവമാണ് നമ്മുടെ കണക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വറ്റത്ത് നമ്മളുടെ മോഡത്തിൽ നിന്നുള്ള ജിഗാബൈറ്റ് പോർട്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ലാൻ കേബിൾ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ പിറകിൽ വരുന്ന ഈ ടൈപ്പ് സി നമ്മുടെ ഫോണിലേക്കായാലും ടാബിലേക്കായാലും ഐപാഡിലേക്കായാലും നമ്മൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഫോണിന് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിന് നിർബന്ധമായിട്ടും USB 3.0 സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നതാണ്. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഐഫോണുകളായാലും ആൻഡ്രോയിഡ് ഫോണുകളായാലും ഒട്ടുമിക്ക എല്ലാ ടാബുകളും എന്തുണ്ട്, ഈ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ അത് ആപ്പിളിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ മൈക്രോസോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ സിസ്റ്റം ആയിക്കോട്ടെ, സ്ലിം ആയിട്ട് വരുന്നുള്ള പല ലാപ്ടോപ്പുകളും ഇപ്പോൾ നിലവിൽ എതർനെറ്റ് പോർട്ട് എടുത്ത് കളയുന്നുണ്ട്. അതിന് പകരം ടൈപ്പ് സി പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ടൈപ്പ് സി പോർട്ട് വരുന്നവർക്കും ഈ വൈഫൈ അല്ലാതെ ലാൻ കേബിൾ കണക്ട് ചെയ്യാനും ഈ ടൈപ്പ് സി ടു അല്ലെങ്കിൽ എതർനെറ്റ് ടു ടൈപ്പ് സി കേബിൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഗെയിം കളിച്ച ഡാറ്റ മറ്റൊരു ഫോമിലേക്ക് മാറ്റി അത് വൈഫൈയിലൂടെ മോഡത്തിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നമ്മൾ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഡയറക്റ്റായിട്ട് ആ ഫോം കൺവേർഷനൊന്നും ഇല്ലാതെ ഡയറക്റ്റ് മോഡത്തിലേക്ക് എത്തുന്ന അവിടെ നിന്ന് സെൻഡ് ആവുന്നു. അപ്പം ആ ഒരു ടൈമിംഗ് ഡിലേ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൂടുതൽ ബുള്ളറ്റ് രജിസ്ട്രേഷനും കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ലാറ്റൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനൊരു വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചാൽ നിങ്ങൾ നോക്കുക. ഞാൻ BGMI അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളിക്കുന്ന, ഇപ്പം ഫ്രീ ഫയർ ആയാലും BGMI ആയാലും PUBG മൊബൈൽ ആയാലും കോൾ ഓഫ് ഡ്യൂട്ടി ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാറ്റിൽ റോയൽ ഗെയിംസ് ഏത് നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഈ OTG കേബിളിന് റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 മുതൽ 1000 റേഞ്ചിലുള്ള നിങ്ങൾക്ക് നല്ലൊരു OTG കേബിൾ വാങ്ങാം. ആമസോണിൽ നിങ്ങൾക്ക് റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ലൊരു OTG കേബിൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. OTG കേബിൾ വാങ്ങുമ്പോൾ ടൈപ്പ് സി, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വയർ, അത് കഴിഞ്ഞിട്ട് RJ45 വരുന്ന രീതിയിൽ തന്നെ വാങ്ങാം. ടൈപ്പ് സി എതർനെറ്റ് ഒന്നിച്ച് വരുന്ന ടൈപ്പ് ഉണ്ട്, വയർ ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ലാത്ത വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. ഗെയിം കളിക്കുന്നവരത് വാങ്ങാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ വരണമെങ്കിൽ
എന്താ പറയുക, അതിവിടെ മുട്ടിക്കൊണ്ടിരിക്കാൻ പാടില്ല. അപ്പം വയറാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിങ്ങനെ തൂക്കിയിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റും. മറ്റേത് അത്രയും വലിയൊരു സാധനം ഇവിടെ വരുമ്പോൾ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ ഫ്ലെക്സിബിളായിട്ട് ചെറിയൊരു കഷ്ണം വയറ് വരുന്ന രീതിയിലുള്ള കൺവെർട്ടർ തന്നെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ വീഡിയോയിലേക്ക് പോകാം. ഒരു എന്താ പറയുന്നത്, ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ RJ45 കണക്ടർ വെച്ചിട്ട് നമ്മൾ ഗെയിം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ BGMIയിൽ ഞാനിപ്പം കേരള വിഷൻ ഇൻ്റർനെറ്റാണ് കണക്ട് ആക്കിയിട്ടുള്ളത്. 2.4 GHz ഓക്കെ, അപ്പോൾ ഇവിടെ BGMIയിൽ നമ്മൾക്ക് 36 ms പിങ് കാണിച്ചു, പക്ഷേ 24 ms പിങ്ങിലേക്ക് വന്നു, പിന്നെ 20 ms പിങ്ങിൽ നിന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നോർമലായിട്ട് BGMI കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എൻ്റെ ഫോൺ OnePlus ആണ്. OnePlusൻ്റെ ആ ഗെയിമിംഗ് ബൂസ്റ്ററിൽ ആ MS എത്ര റീഡ് ചെയ്യുന്നത് കാണിച്ചത് കണ്ടില്ലേ, എത്രത്തോളം ചേഞ്ച് ആയി വരുന്നു നോക്കി. 21 39 19 19 14 38 21 19 വീണ്ടും 48. ഒരു സ്റ്റേബിൾ ഇല്ലാത്ത MS ആണ്. 73 24 21 55 42 ഇങ്ങനെയാണ് MS പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ട് ഇത്രത്തോളം വേരിയേഷൻസ് ആണ് ഇവിടെ നമുക്ക് MS സംഭവിക്കുന്നത്. 2 MS ഇവിടെ കാണാൻ പറ്റും, മുകളിലും താഴെയായിട്ട് 2 MS ഉണ്ട്. ഞാൻ ഒന്നുകൂടി 2 MS അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പം ഇതിപ്പം കണക്ട് ചെയ്തിരിക്കുന്നത് വേണ്ടില്ലേ 2.4 GHz MS ഈ കൂടിയിട്ട് 40 60 80 ഒക്കെ ആവുന്നുണ്ട്. കണ്ടോ, 42 അത്രയൊക്കെ ഉയർന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ സംഭവം 5 GHz കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 5 GHz കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 GHz ഇനി MS എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. 5 GHz MS കാണിക്കുന്നത് ഇത്രയാണ്, അതും ഏകദേശം 30 വരെയൊക്കെ പോകുന്നുണ്ട്. 5G ആണ് കണക്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം MS നോക്കിക്കോളൂ വേരിയേഷൻ. BGMI അവിടെ കറക്റ്റ് 20 എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾക്ക് MS അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും 2.4-നെക്കാട്ടി കുറേ കൂടി ബെറ്ററാണ് 5 GHz. കാരണം ഒരു 19 20 25 ആ റേഞ്ചിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് MS. 2.4 GHz അത്രയും വേരിയേഷൻസ് എന്തായാലും 5 GHz നമ്മൾക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പം ഞാനിത് പറഞ്ഞത് ഇനി ഇതേപോലെ വേറൊരു ഗെയിമർ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക്, അതായത് Type-C സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ USB 3.0 സപ്പോർട്ട് ചെയ്യുന്ന USB പോർട്ടുള്ള ഫോണുകളിൽ ഇപ്പോൾ കണ്ട് 28 MS ആണ് സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് 20 MS ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടും തമ്മിൽ വ്യത്യാസം. 29 MS ആകുമ്പോൾ ഇവിടെ സ്റ്റില്ലായിട്ട് അത് 20 MS മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് എത്രത്തോളം MS വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഫോൺ ഒരു OTG കേബിൾ വെച്ചിട്ട് RJ45 എന്ന് പറയുന്ന എതർനെറ്റ് Type-C എന്നുള്ള ആ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 5 അതിൽ കിട്ടുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഞാൻ വീഡിയോ ഇട്ടുതരാം. ഓക്കെ, ഇവിടെ നമ്മൾക്കിപ്പോൾ 19 MS ആണ് കാണിക്കുന്നത്, അത് വൈഫൈയിലാണ്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് വൈഫൈ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, 5 GHz 19 MS കാണിച്ചത്, ഇപ്പം വൈഫൈ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എതർനെറ്റ് കേബിളിൽ കണക്ട് ചെയ്തു. 2-3 സെക്കൻഡ് എടുക്കും ഒന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾക്ക് MS എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, 14 12 ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 5.4 MS വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേബിളായി 5 തന്നെയാണ് കിട്ടുന്നത്. 5 4 എന്തായാലും 10-നുള്ളിലാണ് നമുക്ക് മാക്സിമം. അപ്പോൾ അത്രത്തോളം MS കുറഞ്ഞിട്ടുണ്ട്. പിന്നെ PUBGയിൽ നോർമലായിട്ട് 20 MS എന്നാണ് കാണിക്കുക. അതിൻ്റെ താഴേക്ക് കാണിക്കുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾക്ക് ഈ ഗെയിം ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ടെമ്പറേച്ചർ FPS മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ കളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തു, എൻ്റെ OnePlusൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ കാണുന്ന അതിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നല്ല ഡിഫറെൻ്റ് ആണ് കളിക്കുമ്പോൾ, നമ്മൾക്ക് വ്യത്യാസമുണ്ട്. അതിപ്പം കേരള വിഷൻ ആണെങ്കിൽ പോലും കുറച്ച് വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഐഫോണും കൂടിയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ, ഐപാഡ് പോലുള്ള ഡിവൈസിലാണ് കളിക്കുന്നതെങ്കിൽ എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇതുണ്ടാവും. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഈ എതർനെറ്റ് പോർട്ട് ഡയറക്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് എതർനെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെവർ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേബിൾ ഓപ്പറേറ്റർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. കാരണം അവരും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പോർട്ട് ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അത്രേ പൈസ വരുന്നുള്ളൂ, 500 to 1000 വരെ. എന്തായാലും നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നൊരു ടൂൾ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.